യോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുമ്പോ എനിക്ക് തോന്നുന്നില്ല യോസഫ് തന്നെ ദർശനം കാണിച്ച ദൈവത്തിനെതിരെ സംസാരിച്ചു എന്ന്. അവിടെ കിടന്ന് താൻ വീണ പൊട്ടക്കിണറിന്റെ വലിപ്പം വർണ്ണിക്കുന്നതും കാണുവാൻ കഴിയുന്നില്ല. മിദ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോഴും പോത്തിഫറിന്റെ വീട്ടിലും കാരാഗ്രഹത്തിലും ആയിരിക്കുമ്പോഴും താൻ എല്ലായിടത്തും വിശ്വസ്തത കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തന്നെ ദർശനം കാണിച്ച ദൈവത്തിനെതിരെ സംസാരിക്കാതെ, താൻ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ പിറുപിറുക്കാതെ എല്ലായിടത്തും വിശ്വസ്തത കാണിക്കുന്ന യോസഫിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച ദർശനത്തിന് നിവർത്തീകരണം നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവദാസിയെ, ദൈവം ഒരു ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും സകലതും നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. പ്രിയ ദൈവത്തിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും.